ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, തീരം ബൈബിൾ മെഡിറ്റേഷൻ്റെ ഇന്നത്തെ നമ്മുടെ അനുദിന സന്ധ്യാ തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു പകൽക്കാലം നമ്മിൽ നിന്ന് അവസാനിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ നിന്ന് അല്പം മാറി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. ഇന്നത്തെ അനുദിന സന്ധ്യാ തിരുവചന ധ്യാനം നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ചോദ്യത്തെ സ്പർശിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും കാരണം കണ്ടെത്തുക മാത്രമാണോ പ്രധാനം, അതോ അതിനിടയിലും ദൈവം നമ്മോട് എന്താണ് പറയുന്നതെന്ന് തിരിച്ചറിയുകയാണോ പ്രധാനം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കർത്താവായ യേശുതമ്പുരാൻ അരുളി ചെയ്യുന്നു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മനുഷ്യന്റെ ചോദ്യവും യേശുതമ്പുരാന്റെ മറുപടിയും. യേശുതമ്പുരാന്റെ മുൻപിൽ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ശിഷ്യന്മാർ അവനെ കണ്ടപ്പോൾ ആദ്യം ചിന്തിച്ചത് അവന്റെ വേദനകളെ കുറിച്ചല്ല. അവർ ചോദിച്ചു, ഇതിന് കാരണം എന്താണ്? ആരുടെ തെറ്റാണ്? ആരുടെ പാപമാണ്? ഇതാരുടെ കുറ്റമാണ്? പക്ഷേ യേശുതമ്പുരാൻ അവരുടെ ശ്രദ്ധയെ കുറ്റത്തിൽ നിന്ന് കൃപയിലേക്ക് തിരിച്ചുവിടുകയാണ്. യേശുതമ്പുരാന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അവിടെ ആ മനുഷ്യനെ ഒരു പാപത്തിന്റെ തെളിവായി യേശുതമ്പുരാൻ കണ്ടില്ല. അവനെ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാനുള്ള ഇടമായിട്ടാണ് യേശുതമ്പുരാൻ കണ്ടത്. ഇതാണ് ഇന്നത്തെ അനുദിന സന്ധ്യാ തിരുവചനത്തിന്റെ വലിയ സന്ദേശം. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും മനുഷ്യരെ അവരുടെ സാഹചര്യങ്ങളിലൂടെ നാം വിലയിരുത്തും. ഒരാൾക്ക് രോഗം വന്നാൽ എന്തോ തെറ്റു ചെയ്തിട്ടുണ്ടാകും. ഒരാൾ സാമ്പത്തികമായി പിന്നിലായാൽ അവന്റെ തീരുമാനങ്ങളായിരിക്കും അതിനു കാരണം. ഒരാളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരുടെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്. പക്ഷേ യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഒരു മനുഷ്യന്റെ വേദനയെ കണ്ടിട്ട് അവന്റെ കുറ്റപത്രം എഴുതരുത്. കാരണം നമുക്ക് കാണുന്നത് അവന്റെ ഇന്നത്തെ അവസ്ഥ മാത്രമാണ്. എന്നാൽ ദൈവത്തിന് കാണുന്നത് അവന്റെ മുഴുവൻ ജീവിതമാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്, ജന്മനാ കുരുടനായ ആ മനുഷ്യൻ വർഷങ്ങളോളം മറ്റുള്ളവരുടെ കരുണയെ ആശ്രയിച്ചായിരിക്കാം അദ്ദേഹം ജീവിച്ചത്. അവൻ കണ്ട ലോകം ഇരുട്ടായിരുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ യേശുതമ്പുരാൻ കടന്നു വന്നപ്പോൾ ഇരുട്ടിന്റെ കഥ മാറി. അവന്റെ ജീവിതത്തെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ യേശുതമ്പുരാൻ അവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഇവിടെയാണ് ഒരു വലിയ ആത്മീയ സത്യം. മനുഷ്യർ നിന്റെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം പറയാം. നിന്റെ ജീവിതത്തിന്റെ അർത്ഥം നിർണയിക്കുന്നത് ദൈവമാണ്. ചിലർ നിന്റെ കഴിഞ്ഞ കാലം കൊണ്ട് ഓർക്കും. ചിലർ നിന്റെ പരാജയം കൊണ്ട് നിന്നെ തിരിച്ചറിയും. ചിലർ നിന്റെ കുറവുകൾ മാത്രം കാണും. എന്നാൽ ദൈവം നിന്നിൽ ഇനിയും പൂർത്തിയാകാത്ത ഒരു പ്രവൃത്തിയെ കാണുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ വിലയിരുത്തൽ കൊണ്ട് സ്വന്തം ജീവിതത്തിന്റെ വില കുറയ്ക്കരുത്. ഇന്ന് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഏറെ നാളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ടാകാം.
അതിന് ഉത്തരം കിട്ടാത്തതുപോലെ നിങ്ങൾ ക്ഷീണിച്ചിരിക്കാം. എന്നാൽ ഇന്നത്തെ തിരുവചനം നമ്മോട് പറയുന്നത്, നിന്റെ ജീവിതത്തിലെ ഒരു അധ്യായം പൂർത്തിയാകാത്തത് കൊണ്ടാണ് കഥ അവസാനിച്ചിട്ടില്ല. അതുപോലെ നിശബ്ദമായിരിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനം നമുക്കെല്ലായ്പ്പോഴും കാണുവാൻ സാധിക്കുകയില്ല. നിശബ്ദത ദൈവത്തിന്റെ അഭാവമല്ല. ചിലപ്പോൾ ദൈവം സംസാരിക്കാതെ തന്നെ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചില വാതിലുകൾ അടയുന്നത് ശിക്ഷയ്ക്കല്ല, ചില താമസങ്ങൾ അത് നിരസിക്കലല്ല, ചില വഴിത്തിരിവുകൾ നമ്മൾ ആഗ്രഹിച്ച വഴിയല്ലെങ്കിലും ദൈവമൊരുക്കിയ വഴിയായിരിക്കും. പ്രിയ ദൈവപൈതൽ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിലെ ഒരു പുതിയ ആത്മീയ ചിന്ത. ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ചെറിയ മാറ്റം വരുത്താം. കർത്താവേ, ഈ പ്രശ്നം എപ്പോൾ മാറും എന്ന ചോദ്യം മാത്രം ചോദിക്കാതെ, കർത്താവേ, ഈ സാഹചര്യത്തിനുള്ളിൽ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. എനിക്കിത് എന്തുകൊണ്ട് എന്നതോടൊപ്പം ഇതിലൂടെ എന്റെ വിശ്വാസം എങ്ങനെ വളരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാം. കാരണം ചിലപ്പോൾ ദൈവം ആദ്യം സാഹചര്യത്തെ മാറ്റുന്നില്ല, ആ സാഹചര്യത്തിനുള്ളിൽ നമ്മെയാണ് മാറ്റുന്നത്. നമ്മുടെ ക്ഷമയെ വളർത്തുന്നു, നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നു, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ആശ്രയം മനുഷ്യരിൽ നിന്ന് ദൈവത്തിലേക്ക് മാറ്റുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സന്ധ്യയിലെ ഒരു ആത്മപരിശോധന. ഇന്നു രാത്രി നമുക്ക് സ്വയം നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തെ വെറും പ്രശ്നമായി മാത്രമാണോ കാണുന്നത്, അതോ അതിലൂടെ ദൈവം എന്നെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മൾക്ക് ഉത്തരം ഇന്ന് ലഭിക്കില്ല. അതിൽ വിഷമിക്കേണ്ടതുമില്ല. വിശ്വാസം എന്നത് എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണം കൈവശം വയ്ക്കുന്നതല്ല. വിശദീകരണം ലഭിക്കാത്ത സമയത്തും ദൈവത്തിന്റെ കൈ വിട്ടുകളയാതിരിക്കുന്നതാണ് വിശ്വാസം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ശാന്തമായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധിയിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിശബ്ദരായി നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുറിവുകളായി കിടക്കുന്നുണ്ടെങ്കിൽ അവയെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുറവുകളെ മാത്രം നോക്കി ഞങ്ങളെ വിലയിരുത്തിയവരുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള ഒരു ആത്മീയ ദൃഷ്ടി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾക്ക് മുന്നിൽ നിരാശരാകാതെ അങ്ങ് കാണിക്കുന്ന വഴിയിലേക്ക് നോക്കുവാനുള്ള ഒരു കൃപ തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങൾ ഞങ്ങളുടെ ഭാവിയുടെ വിധിയായി മാറാതിരിക്കട്ടെ. മനുഷ്യർ ഞങ്ങളിൽ കാണാത്ത നന്മകൾ അങ്ങ് വളർത്തണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തി പ്രകടമാകട്ടെ. കർത്താവേ, ഇന്നു ഞങ്ങൾ ഒരു പ്രത്യേക കാര്യം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതിനെ സ്വീകരിക്കുവാനുള്ള സമാധാനവും, ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യുവാനുള്ള ധൈര്യവും, ഇതിനു രണ്ടിനുമിടയിൽ അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയട്ടെ. മാതാപിതാക്കൾക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും തമ്മിൽ സ്നേഹവും ക്ഷമയും വളരട്ടെ. രോഗശയ്യയിൽ കഴിയുന്നവർക്ക് ആശ്വാസം നൽകണമേ. ഏകാന്തത അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനിടയാകട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഹൃദയങ്ങളിൽ വീണ്ടും പ്രത്യാശയുടെ ദീപം തെളിയിക്കണമേ. പരിശുദ്ധ ദൈവമാതാവായ കന്യകമറിയമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ നിന്റെ പുത്രനായ യേശുവിന്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കാവലായിരിക്കണം. കർത്താവേ, ഇന്നു ഞങ്ങൾ എല്ലാ ഉത്തരങ്ങളും ചോദിക്കുന്നില്ല, പകരം അങ്ങയുടെ സാന്നിധ്യം മാത്രം ചോദിക്കുന്നു. വഴി വ്യക്തമല്ലെങ്കിലും അങ്ങ് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ മുൻപോട്ട് നടക്കട്ടെ. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലെങ്കിലും നാളെ അങ്ങയുടെ കരങ്ങളിലാണെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കുടുംബജീവിതത്തിലും അങ്ങയുടെ സ്നേഹം പ്രതിഫലിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഭാരമല്ല, ദൈവകൃപയുടെ ഒരു സാക്ഷ്യമായി മാറട്ടെ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.
ഇന്നത്തെ വചനം ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിന്റെ ജീവിതത്തെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മാത്രം നിർവചിക്കരുത്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ജീവിതത്തിന് മനുഷ്യർ കാണുന്നതിലും വലിയ ഒരർത്ഥമുണ്ട്. ഈ രാത്രി സമാധാനത്തോടെ വിശ്രമിക്കൂ. നിങ്ങളുടെ നാളെയെക്കുറിച്ചുള്ള ഭയം ഇന്നു തന്നെ കർത്താവിന്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കൂ. കർത്താവ് നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലൂടെ തന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.